അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഞങ്ങൾക്ക് ഈ ഡെയിലി ബ്രെഡ് കിട്ടുന്ന ഈശോയെ, ഇന്നത്തെ മക്കളുടെ ആവശ്യത്തിന് അങ്ങനെ പ്രത്യേക സാന്നിധ്യവും സംരക്ഷണവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ കർത്താവ് നിന്നെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ സ്പർശിക്കട്ടെ.
യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന നിനക്ക് ദൈവികമായ ചൈതന്യം ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭക്തി നഷ്ടപ്പെട്ടവരുണ്ടാകാം, പ്രാർത്ഥന നഷ്ടപ്പെട്ടവരുണ്ടാകാം, വിശ്വാസം തണുത്തു പോയവരുണ്ടാകും. അവരുടെ മേലെല്ലാം കർത്താവ് ശക്തി പ്രവർത്തിക്കട്ടെ. ചില വീടുകൾ ഭവനരഹിതരുണ്ടാകും, ഭവനത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ടാകും. ഇവിടുന്ന് വല്ലപാടും പോയി ഒളിച്ചാൽ മതി, ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് വേദനിച്ച് ജീവിക്കുന്നവരുണ്ടാകും. ചില വ്യക്തികളെ കൊണ്ട് നീ വേദനിക്കുന്നുണ്ടാകും. അവരെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവെ, എങ്ങനെ ജീവിക്കും എന്ന് വിചാരിച്ച് ഒരു വഴിയും കാണാതിരിക്കുന്നവർക്ക് ഇന്ന് നീ വഴി കാണിക്കണം കർത്താവെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദന ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പം ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് നമുക്ക് വേറെയാണ്. സാത്താൻ്റെ വേറെ രണ്ടാമത്തെ പ്രലോഭനം എന്താ? സാത്താൻ്റെ അത് സ്റ്റാറ്റസ് വഴിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പറ. ലൂക്കായുടെ സുവിശേഷം 4:5 പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. നേരത്തെ അവന്റെ സ്റ്റാറ്റസ് ക്വസ്റ്റ്യൻ ചെയ്ത പിശാച് ഇപ്പോൾ അവന് പുതിയ സ്റ്റാറ്റസ് കൊടുക്കുകയാണ്. അത് സ്റ്റാറ്റസാണ്, പുതിയ സ്റ്റാറ്റസ്. എന്താ പറയണത്? ഈ കണ്ടിരിക്കുന്ന ഉയർന്ന സ്ഥലം, ഉന്നത സ്ഥാനം, ഈ ഉന്നത സ്ഥാനം നിനക്ക് തരാം. നിന്റെ സ്റ്റാറ്റസ് ഞാൻ അപ്ലിഫ്റ്റ് ചെയ്യാം. എന്ത് ചെയ്യണം? നീ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? നിന്റെ സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ലോഞ്ച് ചെയ്യണം. എന്ത് ചെയ്യണം? നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു. ഇത് അന്തർസംഘർഷമാണ് ഈശോയുടെ ഉള്ളിൽ പോണ കാര്യം. ഈ സ്റ്റാറ്റസിനെ കുറിച്ച് തന്നെയാണ് 4:9 അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. യേശുക്രിസ്തുവിന്റെ അപ്പൊ ദൈവപുത്രനായതുകൊണ്ട് പിശാചിന് മുമ്പിൽ കുമ്പിടത്തില്ലല്ലോ. അപ്പൊ ഈശോ അത് അസർട്ടൈൻ ചെയ്യും, താൻ ദൈവപുത്രനാണെന്നുള്ളത്. ആ സ്റ്റാറ്റസ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഉടനെ എന്താ ചെയ്യണത്? പിന്നെ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോകും. എന്നിട്ട് പറയും, നീ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ സ്റ്റാറ്റസ്? എന്താ അതിൻ്റെ സ്റ്റാറ്റസ്? ദൈവപുത്രൻ. അപ്പം അതിന് എന്താ പറയണത്? നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു. അതായത് ഓരോരോ പ്രലോഭനത്തിൻ്റെ സമയങ്ങളിൽ വന്നിട്ട് ഇതെല്ലാം നിങ്ങൾ നോക്കണം. അതായത് എനിക്ക് ദൈവമായിട്ട് സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്താണെന്നറിയാം. ദൈവമായിട്ട് നമ്മൾക്ക് എൻഗ്രേസ്ഡ് ആകാൻ വേണ്ടി, കൃപയെ ധരിക്കാൻ വേണ്ടി നമ്മളൊരു പരമ്പരാഗതമായ ഒത്തിരി മെഷീനറി ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ ഉപവാസം, ഓക്കെ ഗുഡ്. പ്രാർത്ഥന, ഓക്കെ ഗുഡ്. അതുപോലെ തന്നെ ദാനധർമ്മം, ഓക്കെ ഗുഡ്. അപ്പോൾ അതുപോലെ തന്നെയാണ് വിശ്വാസ കൈമാറ്റം, ഓക്കെ ഗുഡ്. പക്ഷേ വിശ്വാസ കൈമാറ്റത്തിനും ദാനധർമ്മത്തിനും മുമ്പേ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദാനധർമ്മത്തിനുള്ളതും വിശ്വാസ കൈമാറ്റത്തിനുള്ളതുമായിട്ടുള്ള ആ കൃപ കണ്ടെയ്ൻ ചെയ്യാൻ നമ്മളെ തന്നെ കൃപയുടെ വാഹകരാക്കുന്നതാണ് ഈ സ്റ്റാറ്റസ് ലോയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും.
ഉടമ്പടി എടുത്തത് 2024 5 മാസം 28 തീയതിയാണ്. അത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം മാതാവിൽ അങ്ങനെ വിശ്വാസവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പം അവൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നൈറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളെ കളിയാക്കി അവളെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു. അതായത് അവൾ പ്രാർത്ഥിക്കുമ്പം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ മാതാവിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ നീ നന്നാവുള്ളൂ, അതുകൊണ്ട് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതിൻ്റെ പേര് മാത്രം ഞാൻ അവൾ ആദ്യം പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് വൈകുന്നേരം മുതൽ എനിക്ക് ചിരിയില്ല, ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥനയിൽ അവളേക്കാൾ നന്നായി പിന്നെ ഞാനായി പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നും നടക്കാണ്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഞാൻ ആ ഉടമ്പടി ബുക്കൊന്ന് വായിക്കണമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണം. അത് ഞാൻ ചെയ്യുന്നുണ്ടായില്ല. അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ആ ബൈബിൾ ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പം മനസ്സിരുത്തി വീണ്ടും വീണ്ടും ചുമ്മാ വായിച്ചു വിടാണ്ട് ഓരോ ഭാഗവും എടുത്തെടുത്ത് വായിക്കണം എന്ന് പറഞ്ഞുകൂടി ഞാൻ വീണ്ടും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടായിരുന്ന ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറി ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിൽ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നു. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് നിയോഗം വെച്ചത് ഞാൻ ഒരു നേഴ്സാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ AC ലീക്കായിട്ട് ആ ഗ്യാസ് മൊത്തം ശ്വസിച്ച് എനിക്ക് വയ്യാതായി. എനിക്ക് ശ്വാസമുട്ടൽ സംഭവിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. അപ്പം അതിനുശേഷമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പം റിസൈൻ ചെയ്തിട്ട് മെഡിസിൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഉപ്പും തേനും മാത്രമായി എൻ്റെ മെഡിസിൻ. ബാക്കി ഇംഗ്ലീഷ് മരുന്ന് പല മെഡിസിൻസും യൂസ് ചെയ്തു. അതൊക്കെ ഞാൻ അതോടുകൂടി നിർത്തി. ഈ ഉടമ്പടി നിറച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് പിന്നെ ഞാൻ മുമ്പോട്ട് പോയി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഈ കടുക് വറുക്കുന്ന അങ്ങനെയുള്ള സ്മെല്ലുകൾ, പുക, ചാരം ഒന്നും ഒട്ടും പറ്റത്തില്ല. അപ്പോൾ തൊട്ട് ഞാൻ ചുമയ്ക്കാൻ തുടങ്ങും. ചുമച്ച് കഴിഞ്ഞാൽ ചുമച്ച് കണ്ണിൽ ചോര വരുന്ന പോലെ അതുപോലെ ചുമയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇത് തനിയെ നിന്ന്. പക്ഷെ ഞാനത് മറന്നുപോയി. ഈ ശ്വാസമുട്ടലിൻ്റെ കാര്യം മാറി എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. പിന്നീട് ഒരു ദിവസം അമ്മ പറഞ്ഞപ്പോഴാണ് അയ്യോ ശരിയാണല്ലോ എൻ്റെ ശ്വാസമുട്ടൽ മാറിയല്ലോ എന്ന് ഓർത്തത്. അന്ന് ഉടമ്പടി വെച്ച സമയത്ത് തന്നെ ഞാൻ എബ്രോഡ് പോകുന്ന കാര്യം ആഗ്രഹമുണ്ട്. പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അത് നമുക്കൊന്നും വിധിച്ചിട്ടില്ലല്ലോ എന്നുള്ള അതിൽ വലിയ മൈൻഡ് കൊടുക്കാണ്ടിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഞാൻ പുറത്ത് പോകണം, എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നുള്ള ഒരിതുള്ളതുകൊണ്ട് വീട്ടുകാരെ ഇതാക്കി ഞാനിങ്ങനെ അവർ പറയുമ്പോഴും ഞാൻ വലിയ മൈൻഡ് ആക്കത്തില്ല. നോക്കിയിട്ട് കാര്യമില്ല, പൈസ ഇല്ല, പിന്നെ എന്തിനാ വെറുതെ എന്നുള്ള ഒരു മൈൻഡിലായി മുമ്പോട്ട് പോയി. അപ്പം എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നെ ഓരോരോ വേക്കൻസികളും പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഇങ്ങോട്ട് തനിയെ വന്നിട്ടും ഞാനൊരു എഫേർട്ടും എടുക്കാതെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ എന്തായാലും എടുക്ക്, നീ പള്ളിയിൽ ഓൾറെഡി പോകുന്നതല്ലേ, നീ എടുക്കാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഒരു ഏജൻസിയെ ആദ്യം മീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ എക്സാം പഠിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു അക്കാഡമി പോയി അവിടെ എക്സാം അത് ക്ലാസ് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് ഡേറ്റ് ആദ്യം എടുക്കണം. എക്സാമിന് ഓഗസ്റ്റ് നോക്കി ഡേറ്റ് കിട്ടിയില്ല, സെപ്റ്റംബർ നോക്കി ഡേറ്റ് കിട്ടിയില്ല. അവസാനം ഓഗസ്റ്റ് 7-ാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി. അത് ചെന്നൈയിലാണ് കിട്ടിയത്. അങ്ങനെ അക്കാഡമി പോയി പഠിച്ചു. അവിടെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു പേടിയുണ്ടായി. കാരണം നമ്മൾ വെളുപ്പിനെയൊക്കെ പ്രാർത്ഥിക്കുമ്പം ഈ മാതാവിന് വിശ്വാസം ഇല്ലാത്ത അല്ലെങ്കിൽ അതിനോട് ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല നമ്മൾ വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പം. അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെങ്കിൽ മാതാവിനെ അറിയാവുന്ന ഒരു കൊച്ചിനെ തന്നെ എൻ്റെ കൂടെ തരണേ, അല്ലെങ്കിൽ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ റൂമിലോട്ട് കയറി ചെല്ലുമ്പം എൻ്റെ അപ്പുറത്തെ റൂമിലെ കൊച്ചിൻ്റെ ബെഡിൽ തലേണയുടെ പൊക്കത്ത് ഉടമ്പടി പുസ്തകം ഇരിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ. കാരണം ഞാൻ പ്രാർത്ഥിച്ച് തീർന്നില്ല. അപ്പോഴേക്കും ആ കുട്ടി എൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ക്ലാസ്സുകൾ അവസാനിച്ചു. ഞാൻ എക്സാമിന് പോകാനായിട്ട് ട്രെയിൻ നോക്കി, ട്രെയിൻ ഒന്നും കിട്ടിയില്ല. കാരണം ബസ്സിൽ പോയാൽ ഞാൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് ബസ് നോക്കിയില്ല, ട്രെയിനാണ് നോക്കിയത്. ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് അവസാനം ബസ്സിൽ ബുക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വൊമിറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പം കുറേ വൊമിറ്റ് ചെയ്തു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരു സാക്ഷി ഞാൻ കേട്ടായിരുന്നു ഇതുപോലെ ഒരുപാട് വയ്യാണ്ടായപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു മാതാവേ അമ്മയുടെ മടിയിൽ കിടത്തി എന്നെ ഉറക്കണേ, എനിക്കിനി വയ്യ, എന്നെ കൂടി ഇനി പറ്റത്തില്ല എന്നൊരു സാക്ഷി ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മാതാവേ ഇനി എനിക്ക് ഛർദ്ദിക്കാൻ വയ്യ, ഇനി ഇങ്ങനെ ഞാൻ ടയേർഡായിപ്പോൾ എനിക്ക് എക്സാം കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ എന്നെ അമ്മയുടെ മടി കിടത്തി ഉറക്കണേ എന്ന് ഞാൻ പറഞ്ഞ് അതിനുശേഷം ഞാൻ ഛർദ്ദിച്ചില്ല. പിന്നെ
രാവിലെ 6 മണിയായപ്പോൾ ഞാൻ ഉണർന്ന് പിന്നെ കുറേ സമയം എടുത്തു അവിടെ ചുറ്റി സെൻറ്റർ കണ്ടുപിടിക്കാൻ. എക്സാം ഹാളിൽ ചെന്നിട്ടും എനിക്ക് ബസ്സിൽ പോലും ഒന്നും ഇരുന്ന് നോക്കാൻ പറ്റില്ല, വയ്യാതായല്ലോ. ഞാനപ്പോൾ പറഞ്ഞു, മാതാവ് എനിക്ക് ഒന്നും നോക്കാൻ പോലും പറ്റിയില്ല, ഞാൻ എക്സാം എന്തെഴുതും? സാരമില്ല മാതാവ് എനിക്കൊരു വഴി കാണിച്ചിട്ടെന്ന് പറഞ്ഞ് ഞാൻ കയറിയപ്പോൾ അവരാദ്യം കാശ് രൂപം എൻ്റെ കഴുത്തെ കണ്ടിട്ട് അവർ അത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഊരാനെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പൊക്കിയപ്പോൾ അവർ പറഞ്ഞു, അല്ലേ വേണ്ട, അത് കഴുത്തെ കിടന്നോട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എക്സാം ഹാളിൽ പോയി ഇരുന്ന് കഴിഞ്ഞ് കാശ് രൂപത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്തു അതിന് എന്തെങ്കിലും മൈക്കാണോ അതെന്തെങ്കിലും ആണോ എന്ന് കരുതി അവരത് ഫുൾ ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഇനി അങ്ങനെ സംസാരിക്കരുത്, അവർക്ക് ക്യാമറയിൽ കൂടെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് നോക്കിയപ്പം കുറച്ചൊക്കെ അറിയാവുന്നത് വേറെ ഒന്നും അറിയാവുന്നതും ഇല്ല. ഞാൻ പറഞ്ഞു, മാതാവ് ഇനി ഒരു എക്സാം എഴുതാൻ, കാരണം ഈ എക്സാമിനുള്ള 60,000 രൂപ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ട് ഇനി ഒരു എക്സാം എഴുതാമെന്ന് പറഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല, ഇനി ഞാൻ ഈ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ മതി. അതുകൊണ്ട് ഒറ്റ എഴുത്തിൽ തന്നെ എനിക്ക് പാസ്സായാൽ മാത്രം മതി, ഒറ്റ എഴുത്തിൽ തന്നെ എനിക്കത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് എക്സാം ഹാളിൽ കയറി ആദ്യം കുറച്ച് അറിയാവുന്ന എഴുതി, പിന്നെ ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എനിക്ക് മാതാവ് കാണിച്ചു തരുന്ന ആൻസർ ഞാൻ ടിക്കറ്റ് പോയി. 1.5 മണിക്കൂറായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്, ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അരമണിക്കൂർ മുമ്പേ ഞാൻ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് എനിക്ക് അവസാനം ഈ സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുമെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്തിനുള്ളിൽ അതെല്ലാം എഴുതി തീർത്തു. എക്സാം എഴുതി എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കഴിഞ്ഞ് മുമ്പ് ആദ്യം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു കൂടെ വന്നത്. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, എടി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു, എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ് എനിക്ക് മാതാവ് കാണിച്ചു തന്നതെന്ന് മാത്രമാണ് ഞാൻ എഴുതിയത്, പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാൻ എക്സാം എന്തായാലും പാസ്സാവും. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ ഒന്നും എഴുതിയില്ല, ഞാൻ പാസ്സാകും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബയോമെട്രിക് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതായത് എക്സാമിന് കയറിയപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കണമെന്ന് വെച്ച കാര്യങ്ങൾ പോലും ഞാൻ നോക്കിയില്ല. ആ നോക്കാത്ത കാര്യങ്ങളൊക്കെ എക്സാമിന് വന്നു, അതെനിക്ക് എഴുതാൻ പറ്റിയില്ല. എന്നിട്ടും ഞാൻ എക്സാമിന് അറിയാതെ എഴുതിയ എല്ലാ എക്സാമിനും ഞാൻ പാസ്സായി. എക്സാം പാസ്സായതിന് ശേഷം ഞാൻ ആദ്യം ഒരു ഏജൻസിക്ക് കൊടുത്തു. ആ ഏജൻസിയിലെ ആളെൻ്റെ പാസ്പോർട്ട് വെച്ച് ബ്ലോക്കാക്കി, അത് കുറേ ഇഷ്യൂ ആയി. അപ്പം അങ്ങനെ കുറേ തടസ്സങ്ങൾ വന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പം ഞാൻ വേറൊരു ഏജൻസിയെ കണ്ട് അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് പൈസയുടെ കാര്യങ്ങളില്ലയെന്ന് പറഞ്ഞപ്പം അയാൾ എന്നെ സഹായിക്കാൻ, കുഴപ്പമില്ല, അപ്പോൾ ഇതൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പകുതി വരെയായി. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി എഴുതിയ എക്സാം ഇപ്പോൾ ഈ ഒക്ടോബർ ആയില്ല, ഇതുവരെയായിട്ടും ഒരു 3 മാസം വരെ അയാൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് സമയം കളഞ്ഞതല്ലാതെ എനിക്ക് ശരിയാക്കി തന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു ഏജൻറ്റിനെ കണ്ടുപിടിച്ച് ആ ഏജൻറ്റ് അത് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ ഉടമ്പടിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നില്ലേ, കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നില്ലേ, ഇനി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ എന്ന് കരുതി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് പത്രം ഞാൻ കൊടുക്കാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയതല്ല, അത് കൊടുക്കാമെന്നുള്ള ഒരു ഇതിലിരുന്ന അതെല്ലാം കൊടുത്തു ഞങ്ങളുടെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വിസയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ വിസയുടെ ഇത് സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് എടുത്ത് അയച്ചു തന്നു. അതെല്ലാം അയച്ചു തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനും ഓരോരോ തടസ്സങ്ങളായിരുന്നു. എവിടെ പോയാലും പൈസയായിരുന്നു മെയിൻ തടസ്സം. ഓരോ സമയവും പൈസ റെഡിയാകാതിരുന്നപ്പോഴത്തേക്കും ഞാൻ അയാളോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പൈസ ശരിയാവുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്രയും കൊണ്ട് എന്നെ എത്തിച്ചിട്ട് ഇനി മുമ്പോട്ട് ഞാൻ എന്ത് ചെയ്യും? കാരണം 1 രൂപ പോലും കയ്യിലില്ലാതിരുന്ന സമയത്താണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയത്. അതായത് കയ്യിൽ 1 രൂപ പോലും ഇല്ല, എന്നിട്ട് ഞാൻ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അപ്പം എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, എടി ഇത് എങ്ങനെയാ, പൈസ ഒന്നും ഇല്ലാതെ നീ എന്തുദ്ദേശിച്ചാ? ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, പക്ഷേ ചേട്ടൻ നോക്കിക്കോ, ഞാൻ എന്തായാലും പുറത്തു പോകും എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആദ്യം പൈസ ചോദിച്ചവർ വിളിച്ചിട്ട് പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പൈസയും അങ്ങനെയുള്ള എല്ലാ പൈസയും ഏജൻറ്റിന് കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞ് പിന്നെയും തടസ്സം, ടിക്കറ്റ് ശരിയാവുന്നില്ല. അതായത് എനിക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല, ടിക്കറ്റിൻ്റെ ഡേറ്റ് താമസിക്കും, വിസ വരാനും താമസിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പ്രശ്നമുണ്ടായി. എന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയതിന് ശേഷം ഇതുപോലെ എനിക്ക് എന്തെങ്കിലും വയ്യാഴികയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി ഉപ്പും എണ്ണയുമാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അമിതമായിട്ട് ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടത്തില്ല, അപ്പോഴൊക്കെ ഞാൻ ഉപ്പും എടുത്ത് നാവിലിടും. എന്ത് കാര്യത്തിന് പോയാലും ഞാൻ ഉപ്പെടുത്ത് കഴിക്കുക. ഉടമ്പടി തൈലവും കാശ് രൂപവും ചേർത്ത് പിടിച്ചാണ് ഞാൻ പോകാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലുകളിലായിരുന്നു ആദ്യം കൊണ്ട് കൊടുക്കാറ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ കുറച്ച് ആൾക്കാർ എപ്പോഴും ഇരിക്കാറുണ്ട്, അപ്പോൾ അവർക്ക് ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അല്ലാതെ ഇപ്പോൾ കയ്യിലെന്തെങ്കിലും പൈസയോ കാര്യങ്ങളൊക്കെ ഉള്ളതനുസരിച്ച് ഉള്ളതുപോലെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്.
പിന്നെ നേരത്തെയൊക്കെ എൻ്റെ മുമ്പിൽ ആരെങ്കിലും കൈ നീട്ടുമ്പോൾ അമ്മയായാലും ഹസ്ബൻഡൊക്കെ ആയാലും നോക്കാതെ അങ്ങ് കൊടുക്കും. അപ്പോൾ ഞാൻ പറയും, എന്തിനാണ് കൊടുക്കുന്നത്? അവർക്ക് ആരോഗ്യമില്ല, അവർ പണിയെടുത്ത് ജീവിക്കട്ടെ, നമ്മളെന്തിനാ അങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇടയ്ക്ക് ഞാൻ ഒരുപാട് സമയത്ത് ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്, ഒരുപാട് തവണ ഉഴപ്പിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആദ്യം മാതാവിനെ ഏൽപ്പിച്ച് അന്ന് തൊട്ട് മാതാവ് എന്നെ കൈവെള്ളം കൊണ്ട് നടക്കുക. ഇപ്പോൾ വരെ ഞാൻ ഉടമ്പടികളെല്ലാം തെറ്റിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കുകയും പിന്നെ പ്രാർത്ഥിച്ച് ക്ഷമ പറഞ്ഞ് പിന്നെ ഉടമ്പടിയിൽ ആകുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴും മാതാവ് അതിനോട് ക്ഷമിച്ച് എന്നെ മാതാവിൻ്റെ കൂടെ തന്നെ നിർത്തി. എന്നിട്ട് അപ്പം ഞാൻ ആലോചിച്ചു, എനിക്ക് യോഗ്യതയില്ലല്ലോ, എന്നിട്ടും എൻ്റെ കാര്യങ്ങളും പൈസയും എല്ലാ കാര്യവും ആ കറക്റ്റ് സമയത്ത് ലേറ്റ് ആകുമ്പം എനിക്ക് അതിൻ്റെ ലേറ്റ് ആകുന്നതിൻ്റെ ആ തടസ്സം എനിക്ക് അതിലും നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരുന്നത്. എന്തിനാണ് എനിക്ക് തടസ്സം വന്നത്? ആ തടസ്സം എൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ കാര്യം വന്നു. മെഡിക്കൽ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി എനിക്ക് 20% പ്രശ്നമുണ്ട് ലങ്സിന്. അപ്പോൾ മെഡിക്കൽ എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും ഉടമ്പടി തൈലവും യൂസ് ചെയ്തിട്ടാണ് ഞാൻ മെഡിക്കലിന് കയറിയിട്ട് ടെസ്റ്റ് പ്രീ മെഡിക്കലും എടുത്തു, മെയിൻ മെഡിക്കലും എടുത്തു. രണ്ടിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് പ്രശ്നമുണ്ട്, അതെനിക്കറിയാം, ഞാൻ എൻ്റെ ടെസ്റ്റ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ മെഡിക്കൽ എടുത്തപ്പം ലങ്സിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഞാൻ മാതാവ് എനിക്ക് ഇനി ലേറ്റായി, കാരണം October 7 എൻ്റെ എക്സാമിൻ്റെ വാലിഡിറ്റി തീരും. അതിനു മുമ്പ് എനിക്ക് പുറത്ത് പോകണം, എബ്രോഡ് പോകണം. അതിനുള്ള വഴി എനിക്ക് മാതാവ് കാണിച്ചു തരണേ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. ഈ ശ്വാസമുട്ടൽ വന്ന കാരണം ജോലിക്ക് പോകാൻ പറ്റത്തില്ല, പൈസ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ മാറി നിന്നപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയവരൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാതാവ് എന്നെ ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെ മുമ്പേ എനിക്ക് സാക്ഷ്യം പറയാനായിട്ടൊരു അവസരം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് തടസ്സങ്ങൾ വരുന്നതിന് ഒരു റീസൺ അതിലും 100% ബെറ്ററായിട്ടുള്ള മറ്റൊരു കാര്യത്തിനാണ്. ഒരിക്കലും നമ്മൾ മാതാവിനെ എനിക്ക് മാതാവ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയരുത്. നമുക്ക് തരുന്ന തടസ്സം അതിൻ്റെ എനിക്ക് വാക്കുകളില്ല, അതിൻ്റെ ഇരട്ടി നല്ലത് എൻ്റെ പേര് ബിബി ഷോബി. ഞാൻ കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഭർത്താവ് ഷോബി. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഏട്ടന് ക്യാൻസറാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. എറണാകുളത്തെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു. ആ സമയത്ത് 4 കീമോ എടുത്തതിന് ശേഷം ഒരു സർജറിയും കൂടി നടത്തി കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുമെന്ന് ഡോക്ടർ പറയുകയും അങ്ങനെ സർജറി നടത്തി. അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സമയവും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 8 മണിക്കൂറോളം പറഞ്ഞ സർജറി 12 മണിക്കൂറോളം നീണ്ടപ്പോൾ എല്ലാവരും ഒരുപാട് ഭയപ്പാടിലായി. പ്രാർത്ഥനയുടെ ശക്തിയും കൂടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ വിളിക്കാറുള്ള ഒരു സിസ്റ്ററിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക, ഇപ്പം തന്നെ അങ്ങനെ നേര്, അപ്പോൾ എല്ലാം ശരിയാവും. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് കൃപാസനത്തിൽ പോകാനും അറിയില്ല, എൻ്റെ വീട്ടിൽ നിന്ന് അതിന് അനുവാദം കിട്ടുകയുമില്ല, അപ്പോൾ ഞാൻ എന്താണെങ്കിലും അങ്ങനെ ഒന്നും നേരുന്നില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സർജറിക്കെല്ലാം ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു ചേട്ടൻ വന്ന് കൃപാസന പത്രം എൻ്റെ കയ്യിൽ തരുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പത്രം വേണ്ട, കാരണം എനിക്ക് എനിക്ക് വിശ്വാസമില്ല, പിന്നെ കുട്ടികളുള്ളതുകൊണ്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് പത്രം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ ചേട്ടനെ തിരിച്ചയക്കുകയുണ്ടായി. അതിനുശേഷം വീണ്ടും ഒരു 4 കീമോയൊക്കെ ചെയ്തു, പെറ്റ് സ്കാൻ എടുത്തു, യാതൊരു കുഴപ്പവും ഇല്ല. പക്ഷേ അതിനുശേഷം ഫോളോ അപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാൻസർ സെൽസ് ഏട്ടൻ്റെ ശരീരത്ത് കാണപ്പെട്ടത്. അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല. ഞങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായി. ഡോക്ടർ പറഞ്ഞു, ഇനി സർജറി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, കീമോ മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീടുള്ള ആ സമയത്താണ് ഹസ്ബൻഡിൻ്റെ പെങ്ങള് എൻ്റെ കുഞ്ഞേച്ചി എന്നോട് പറഞ്ഞു, ബേബി നമുക്ക് കൃപാസനത്തിൽ ഒന്ന് പോവാം. അപ്പോൾ വീണ്ടും ഞാൻ കൃപാസനം എന്ന് കേൾക്കുവാണ്. അപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല. പിന്നെ ഇനി ജീവിതം മുന്നോട്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുവാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ട്. ഞാൻ ഉടനെ തന്നെ ജനുവരി 23 ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു.
അത്രയും കാലം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്ന് ഞാൻ തികച്ചും ഒരു ദൈവവിശ്വാസിയാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. നന്നായി പ്രാർത്ഥിക്കും, പള്ളിയിൽ പോവും, ബൈബിള് വായിക്കും, എല്ലാം ചെയ്യും. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് കൃപാസനത്തിൽ വന്നപ്പോഴും എങ്ങനെയാണ് മാതാവിനോടും ദൈവത്തോടും പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടതെന്നും ഞാൻ പഠിച്ചു. അങ്ങനെ അത്രയും കാലം കുട്ടികൾ എന്ന് പറഞ്ഞ് നടന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് എനിക്ക് സമയമുള്ളൂ. അങ്ങനെ വീണ്ടും സർജറിക്ക് ശേഷം വീണ്ടും കീമോ ചെയ്തു. അതിനുശേഷം ഫോളോ അപ്പിന് ചെല്ലാനായിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും സെൽസ് കണ്ടു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, നമുക്ക് കീമോ ചെയ്യാം. അങ്ങനെ 4 കീമോ ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും. ഏറ്റവും ആദ്യം ഞാൻ ഉടമ്പടി ഇവിടെ നിന്ന് എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അന്ന് ഞാൻ കഞ്ഞിയിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് കഞ്ഞി കൊടുത്തു. പക്ഷേ ഏട്ടൻ വളരെയധികം എന്നോട് ദേഷ്യപ്പെട്ടു. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം എനിക്കില്ല, ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല, നീ. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടൻ വിശ്വസിക്കണ്ട, പക്ഷേ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചാൽ അന്ന് എന്നോടൊപ്പം വന്ന് നിന്ന് ഏട്ടൻ സാക്ഷ്യം പറയണമെന്ന്. ഏട്ടൻ അതിന് ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിലും നെഞ്ചിലും കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി, സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി, നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത്. പിന്നീട് 4 കീമോ കഴിഞ്ഞു. പെറ്റ് സ്കാൻ ഡേറ്റ് തന്നു. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് പെറ്റ് സ്കാനിന് 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുക, ജോസഫ് അച്ഛൻ്റെ അടുത്തൊന്ന് വന്നം, അനുഗ്രഹം പ്രാപിക്കണം. അപ്പോൾ ഏട്ടനെ കൊണ്ട് സർജറി കഴിഞ്ഞ സമയമാണെങ്കിലും വരാൻ പറ്റുമോയെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഏട്ടൻ തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛൻ പ്രാർത്ഥിച്ചു. ആ സമയത്തും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഏട്ടൻ ഇവിടെ വന്നത്. അച്ഛൻ കൊടുത്ത കാശ് രൂപം ഏട്ടൻ മാലയിൽ ഇടുക പോലും ചെയ്തില്ല, പേഴ്സിലിട്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിശ്വാസമില്ലാതെ തന്നെയാണ് തിരിച്ചിങ്ങോട്ട് പോകുന്നത്. ആ സമയത്ത് ഞാനിവിടെ അച്ഛനെ കാണാനായിട്ട് നിന്ന സമയത്താണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം, എനിക്ക് ശരിക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഓർത്ത്, ദൈവമേ ഇത് എവിടെ നിന്നായിരിക്കും? അപ്പം ഞാൻ ഈ സാക്ഷ്യങ്ങളും പ്രാർത്ഥന എല്ലാം കേൾക്കുമ്പോൾ ഞാൻ മഴവില്ല് കാണും, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരും. അപ്പോൾ ഞാൻ എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, എൻ്റെ ഏട്ടൻ എന്താണെങ്കിലും എൻ്റെ മാതാവ് സുഖപ്പെടുത്തും, ഇനി ഞാൻ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഈ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് ഈ ലോകത്തോട് മുഴുവനും എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറുമെന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന്. അതേപോലെ തന്നെ 12 കീമോയും പൂർത്തീകരിച്ച് ആ പെറ്റ് സ്കാനിന് തൊട്ട് മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഏട്ടൻ പൂർണ്ണ വിശ്വാസത്തോടെ എന്ന് പറഞ്ഞാൽ ഞാൻ നിൻ്റെ കൂടെ പോരാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന് നിന്ന് അച്ഛനോട് ഒരു വാക്ക് പറയണമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു. അതുവരെ ഒന്നും പറയാതിരുന്ന ഏട്ടൻ അച്ഛനോട് പറഞ്ഞു, 25-ാം തീയതി എൻ്റെ പെറ്റ് സ്കാനാണ് അച്ഛാ, പ്രാർത്ഥിക്കണോട്ടോ എന്ന്. അച്ഛൻ പ്രാർത്ഥിച്ചു. അച്ഛൻ നെഞ്ചിൽ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ആശീർവദിച്ചു. അതോടുകൂടി എനിക്ക് ഉറപ്പായി എന്താണെങ്കിലും ഇനി യാതൊരു കുഴപ്പവുമില്ല എന്ന്. 27-ാം തീയതി റിസൾട്ട് വന്നു. പെറ്റ് സ്കാനിൽ ക്യാൻസർ എന്ന ആ മഹാരോഗം ഏട്ടൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറി എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് വന്നത്. അതുമാത്രമല്ല, എൻ്റെ ഈ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ആരുമില്ലാതൊരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം അത്രയും കാലമാണ് ശോഭി തൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ, ഇനി അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു മിറക്കിൾ സംഭവിക്കും, എന്താണെങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവിടില്ല എന്ന് ഞാൻ ഡോക്ടർക്കടെ കൈ പിടിച്ച് വാക്ക് കൊടുത്താൽ ഞാൻ പോകുന്നത്. ആ വാക്ക്, ആ ഒരു പ്രാർത്ഥന, ആ മാതാവ് എന്നെ കരുതി, എൻ്റെ കുടുംബത്തെ കരുതി ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ യാതൊരു കുഴപ്പവുമില്ലാതെ ഇവിടെ വന്ന് നിൽക്കണം.
ഇന്നത്തെ ദിവസം ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ ആൾത്താരയിൽ ഇവിടെ വന്ന് നിന്നപ്പോഴും എനിക്ക് തടസ്സങ്ങൾ മാത്രമായിരുന്നു. പക്ഷേ മാതാവിൻ്റെ കണ്ണീര് കണ്ടു. ആ ആൾത്താരി മാതാവിൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ മാതാവിൻ്റെ രൂപം കൈകളിൽ ഏന്തിക്കൊണ്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഏട്ടൻ ഒന്നും വരില്ല, ഞങ്ങളുടെ കുടുംബത്തെയും ഏട്ടനെയും മാതാവ് കാത്തുകൊള്ളും എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായി. ഒരിക്കലും വിശ്വസിക്കാത്ത കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ, അങ്ങനെ തന്നെ ഞാൻ പറയാം, കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ ഏട്ടൻ്റെ ഈ നാവും കൊണ്ട് തള്ളിപ്പറഞ്ഞ ഏട്ടൻ കൃപാസനത്തെ സാക്ഷ്യം പറയാൻ ഉടമ്പടി എടുത്ത നീ സാക്ഷ്യം പറയണ്ട, ഞാൻ പറയാം, ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയാമെന്ന്. ഇന്ന് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കാല് പിടിച്ചത് ഈ ലോകം മുഴുവനും കേൾക്കെ എൻ്റെ സാക്ഷ്യം പറയാൻ എൻ്റെ ഏട്ടനെ എനിക്ക് പഴയതുപോലെ തിരിച്ചു തന്നത് എൻ്റെ മാതാവാണെന്ന് ഈ ലോകത്തോട് തിരിച്ചു പറയാൻ എനിക്ക് സാധിച്ചു. മാതാവേ നന്ദി, 1000 നന്ദി, കോടാനുകോടി നന്ദി. ഇവിടെ വന്ന് ഒരാളും വിഷമിച്ച് ഇറങ്ങിപ്പോയേ വേണ്ട. എന്താണെങ്കിലും മാതാവ് കരുതും, മാതാവ് കരുതി ചേർത്തുകൊള്ളും. മാതാവ് ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രാർത്ഥനകളും പുണ്യപ്രവർത്തികളും ഞാൻ കിട്ടുന്ന ശമ്പളം ഇതിനു മുമ്പ് ഒരു കാര്യത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ കുട്ടികൾക്ക് കുറേ ബേക്കറി മേടിക്കാനും അതേപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനും എനിക്ക് ഡ്രസ്സ് മേടിക്കാനും മാത്രം കാശ് ഉപയോഗിച്ചിരുന്ന ഞാൻ ഇന്ന് പുണ്യപ്രവർത്തികൾ ചെയ്യാൻ, രോഗീ സന്ദർശനത്തിനും അനാഥാലയങ്ങളിലും എല്ലാം ഞാൻ ഓടി നടക്കുക. ആർക്കാണ് എൻ്റെ ആവശ്യം വേണ്ടത് എന്നോർത്ത് കൃപാസനത്തിൻ്റെ പത്രവുമായിട്ട് ഞാൻ പോകുമ്പോൾ ഞാൻ മഴ നോക്കൂല, വെയിൽ നോക്കൂല, മുസ്ലിങ്ങളുടെ ഇടയിൽ പോകും, ഞാൻ എവിടെ വേണമെങ്കിലും പോയി ആരുടെ അടുത്തും ചെന്ന് കൃപാസനത്തിലെ മാതാവിൻ്റെ പത്രമാണ് അന്ന് ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞത്. എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ എന്ന മഹാരോഗം പൂർണ്ണമായി ആ ശരീരത്തിൽ നിന്ന് മാതാവ് എടുത്തു മാറ്റി. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷിയാണ് ഞാൻ എന്ന് ഞാൻ ഞാൻ കാണുന്ന ആളുകളോട് മുഴുവനും ഞാൻ പറഞ്ഞു. അങ്ങനെ കൃപാസന മാതാവിൻ്റെ ശക്തിയാൽ, എൻ്റെ ഈശോയുടെ ശക്തിയാൽ ഏട്ടൻ യാതൊരു കുഴപ്പമില്ലാതെ ഇന്ന് ഈ അൾത്താരയുടെ മുന്നിൽ നിൽക്കുകയാണ്. അൾത്താരയുടെ മുന്നിൽ നിൽക്കുമ്പോഴും എൻ്റെ മാതാവേ, ഇവിടം വരെ എന്നെ കയറ്റാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അമ്മയോട് ഒത്തുചേർന്ന് നിന്ന് ഞാൻ ഈ പറയുന്നതൊന്നും ഞാനല്ല, ഒരു കഴിവുമില്ലാത്ത എന്നിലൂടെ എൻ്റെ മാതാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും കണ്ണീരൊഴുക്കുന്നുണ്ട്. എല്ലാവരും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചോ. ജീവനുള്ള മാതാവ് ഇവിടെയുണ്ട്. ഈ മാതാവിനെ വിട്ടുപിരിഞ്ഞ് നിങ്ങൾ വേറെ എങ്ങോട്ടും ഓടേണ്ടി വരില്ല. യേശുവേ നന്ദി, മാതാവേ നന്ദി. 2 വാക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ കൈ കൊടുക്കുവാണ്. എൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം 100% സത്യമാണ്. ഞാൻ തന്നെ വിശ്വസിച്ചില്ല, എൻ്റെ രോഗം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. കാരണം ഞാൻ ടെക്നിക്കലായിട്ടും ഒത്തിരി സെർച്ച് ചെയ്ത് ഞാൻ പഠിച്ചതാണ്. കാരണം രണ്ടാമത് വന്നത് ഈ സെയിം സെൽസ് ആയതുകൊണ്ട്, അതും ലിംഫ് നോട്ട്സിലാണ് വന്നത്. അതുകൊണ്ട് സർജിക്കലായിട്ട് വേറെ ഒരു മാർഗ്ഗമില്ലായിരുന്നു. ഉള്ള ഓപ്ഷൻ HER2 നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി, കോൺസെൻട്രേറ്റഡ് തെറാപ്പി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ആകെയുള്ളൊരു ഓഫ് കീമോ മാത്രമായിരുന്നു. അതുവരെ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ വിശ്വാസമുണ്ട്, പക്ഷേ അമിത വിശ്വാസമൊന്നും അല്ലായിരുന്നു. പക്ഷേ ബിബി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, മാതാവ് എൻ്റെ സ്കാൻ കഴിഞ്ഞ് ഇത് അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഉണ്ടായി. അതിൽ ഞാൻ മാതാവിൽ ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുൻപ് ഞാൻ എന്തായിരുന്നു എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആദ്യം ആഗ്രഹിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ, അതായത് 5ാം ക്ലാസ് മുതൽ തന്നെ സ്ഥിരമായി എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പള്ളിയോടും മറ്റുമാരോടൊക്കെയായി ചേർന്ന് ജീവിച്ചു വളരുകയും ചെയ്ത വ്യക്തിയാണ് ഞാൻ. 10ന് ശേഷം വളരെ ഭക്തസംഘടനകളിലായാലും പള്ളിയിലായാലും വളരെയധികം ആക്റ്റീവായി നിൽക്കുകയും ക്രിസ്തീയ വിശ്വാസം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ. സഭയുടെ പ്രബോധനങ്ങളായാലും UCAT CCC മുതലായ സകല പ്രബോധനങ്ങളും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. ഈ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടായാലും ഞാൻ കരുതിയിരുന്നത് ഞാൻ ആത്മീയമായ ഒത്തിരി ഉന്നതിയിലാണ്
എൻ്റെ ചുറ്റുമുള്ളവരായാലും എൻ്റെ സഹോദരങ്ങളായാലും എൻ്റെ ഇടവകയിലുള്ളവരായാലും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന അത്ര പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ഞാനായിരിക്കുന്ന ആ ലെവലിലല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഇങ്ങനെ ജീവിച്ചു പോയിരുന്ന ഞാൻ ഡിഗ്രിയിലൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സാവുന്നു. അതിനുശേഷം ഞാൻ PG പഠിക്കാൻ പോകുന്നു. PG പഠിക്കാനായിട്ട് ഞാൻ ഗോവ യൂണിവേഴ്സിറ്റിയിലാണ് അഡ്മിഷൻ എടുത്ത് പോകുന്നത്. ഞാൻ എൻ്റെ ഡിഗ്രി ചെയ്തത് ഫിലോസഫിയിലാണ്, BA ഫിലോസഫി. PG ഞാൻ ചെയ്തത് MA ഫിലോസഫിയിലാണ്. ഗോവയിൽ ഞാൻ പഠിക്കാൻ പോയ ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ഗ്രാഫ് വളരെയധികം താഴെ പോയി. ഒരുപക്ഷെ ഞാൻ ലോകത്തിൻ്റെ വഴിയിലേക്ക് നടന്നു കയറിയൊരു സമയമായിരുന്നു അത്. അതായത് ഒരു തരത്തിലൊരു ദിവസം പോലും പള്ളിയിൽ പോകാതെ, ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാതെ, 2 വർഷത്തിലൊരിക്കൽ പോലും കുമ്പസാരിക്കാതെ ഞാൻ ആ 2 വർഷം പഠിച്ചു പോയി. എൻ്റെ മെറിറ്റിലും എൻ്റെ കാര്യങ്ങളിലൊക്കെ ആശ്രയിച്ച് ലോകത്തിൻ്റെ വഴിയിലായിരുന്നു ഞാൻ നടന്നിരുന്നത്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്ര നാളും ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ ദിവസം പള്ളിയിൽ പോയതും വിശ്വസിച്ചതും വിശ്വാസ പരിശീലനം നേടിയതൊക്കെ വെറുതെ ആയിരുന്നു. ആ സമയമൊക്കെ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളൊരു ബെറ്റർ പൊസിഷനിലേക്ക് എനിക്ക് എത്താൻ കഴിയുമായിരുന്നു എന്നുള്ള അങ്ങനെ ഒരു ചിന്തയിലായിരുന്നു ഞാൻ നടന്നിരുന്നത്. PG കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ വന്നു. ഞാൻ പുറത്ത് പോയി പഠിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പുറത്ത് പോകാനായിട്ട് ക്രൊയേഷ്യ എന്ന് പറഞ്ഞ കൺട്രിയിലെ കോഗ്നിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സിന് എനിക്ക് അഡ്മിഷൻ കിട്ടി. വളരെ ഈസി ആയിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടി. വിസ പ്രോസസ്സിന് ഇപ്പോൾ യൂണിവേഴ്സിറ്റി നേരിട്ട് വിസ ഓഫീസറിനെ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വിസയ്ക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ വർഷമാണിത്, ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ വിസയ്ക്ക് വെച്ചു. എനിക്കൊരു 5 ലക്ഷം രൂപ എനിക്ക് ഷോമണിയായി കാണിക്കണമായിരുന്നു. പക്ഷേ എൻ്റെ ഈ 5 ലക്ഷം രൂപ കിട്ടാനായിട്ട് എൻ്റെ കയ്യിൽ ഒറ്റ രൂപയും ഉണ്ടായിരുന്നില്ല. വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ആ 5 ലക്ഷം രൂപ സംഘടിപ്പിച്ചത്. എന്നിട്ട് ഈ 5 ലക്ഷം രൂപയായിട്ട് വിസ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ സെപ്റ്റംബറിൽ 18-ാം തീയതി എൻ്റെ ക്ലാസ് തുടങ്ങി. പക്ഷേ എനിക്ക് വിസ വന്നില്ല. ഒക്ടോബർ 18 കഴിഞ്ഞിട്ടും എനിക്ക് വിസ വന്നില്ല. പക്ഷെ അതിന് ശേഷം എനിക്ക് വിസ റിജക്ഷനായിട്ട് എനിക്ക് റീസൺ പോലും എക്സ്പ്ലെയിൻ ചെയ്യാതെ എനിക്ക് വിസ റിജക്ഷനായി വന്നു. പ്ലസ് എനിക്ക് അപ്പീലിന് പോലും പോകാൻ കഴിയുമായിരുന്നില്ല. ആ സമയത്ത് ശരിക്കും ഞാൻ തകർന്നു. അതായത് എൻ്റെ ആ മെറിറ്റിൽ ഞാൻ ആശ്രയിച്ച് അത്ര കാലം ജീവിച്ചിരുന്ന ഞാൻ, ആ 3 വർഷം ജീവിച്ചിരുന്ന ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തകർന്നു. ഞാൻ തിരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. പക്ഷേ സഭയോടും സഭയുടെ ആ വിശ്വാസ ജീവിതത്തോടുമുള്ളൊരു ഒരു അകൽച്ച എന്നിൽ നിന്ന് മാറിയിരുന്നില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, പക്ഷെ ഞാൻ ചോദിക്കുമായിരുന്നു, എന്തിനാ സ്ഥിരമായി പള്ളിയിൽ പോകേണ്ട ആവശ്യം, എന്തിനാണ് വിശ്വാസം ഇങ്ങനെ പരിശീലിക്കേണ്ട ആവശ്യം? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കില്ലേ എന്നുള്ളൊരു ആ ഒരു ബോധ്യത്തിലായിരുന്നു ഞാൻ നടന്നു പോകേണ്ടായിരുന്നത്. ഈ സമയത്ത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ IELTS എക്സാം എഴുതി. IELTS എക്സാമിന് നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ എപ്പോൾ മോക്ക് ടെസ്റ്റ് എടുത്താലും എനിക്ക് 8 എന്ന് പറഞ്ഞ ബാൻഡ് സ്കോറിന് താഴെ സ്കോർ പോവില്ല. കാരണം എനിക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിരുന്നു, എനിക്ക് നല്ല ഈസി ആയിട്ട് എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഭയങ്കര ബോധ്യത്തിലായിരുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ IELTS എക്സാം എഴുതിയപ്പോൾ എനിക്ക് ബാക്കി എല്ലാ മൊഡ്യൂളും, റീഡിങ് ഒഴികെ ബാക്കി എല്ലാ മൊഡ്യൂളും ഭയങ്കര ഈസി ആയിരുന്നു. റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് 40 ചോദ്യമാണ് ഒരു മൊഡ്യൂളിലുണ്ടായിരിക്കുക. റീഡിങ് മൊഡ്യൂളിൽ എനിക്ക് 32 ക്വസ്റ്റ്യൻ ആണ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ബാക്കിയുള്ള 8 ക്വസ്റ്റ്യൻസ് എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 32 ചോദ്യം റെഡി ആകുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അപ്പോൾ എനിക്കൊരു നല്ലൊരു ബാൻഡ് സ്കോർ എനിക്ക് എത്തില്ല എന്ന് ഉറപ്പായി. ഞാൻ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അനിയത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവർ വർഷങ്ങളായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിനുള്ള ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ഒരു മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ ഞാൻ ഭയങ്കര കൂളായിരുന്നു. എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്താ ഒരു ടെസ്റ്റും കൂടി എടുത്തു കഴിഞ്ഞ് സിമ്പിളായിട്ട് ഇത് പാസ്സാവാന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇരിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നീ സാക്ഷ്യം പറയാൻ തയ്യാറാണെങ്കിൽ ഈ പരീക്ഷയിൽ തന്നെ നിനക്ക് നല്ല മാർക്കോട് കൂടി നിനക്ക് പാസ്സാവാൻ പറ്റുന്നു. അപ്പോൾ ഞാൻ അമ്മോട് ഒരു വിടുവായ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറയാൻ തയ്യാറാണ്, മാതാവ് എന്താ ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു, ഒരു കോൺഫറൻസിന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 7 ബാൻഡ് വന്നു, 7 ബാൻഡ് സ്കോർ, ഓവറോൾ 7 ബാൻഡ് സ്കോർ, റീഡിങ്ങിലും 7 ബാൻഡ് സ്കോർ. റീഡിങ്ങിൽ 7 ബാൻഡ് സ്കോർ അക്കാദമിക്കിൽ കിട്ടണമെങ്കിൽ ഞാൻ എഴുതിയിട്ടുള്ള ആ 32 ചോദ്യം ശരിയാവണം. എനിക്ക് ആ 32 ചോദ്യം ശരിയായി മാതാവ് എനിക്ക് ശരിയാക്കി തന്നു. അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തിലായി. എനിക്ക് ആ ഒരു മാതാവിനുള്ള ഭക്തിയും വിശ്വാസവും തിരികെ വന്നു തുടങ്ങി. പക്ഷേ തിരിച്ച് ഞാൻ നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചില്ല. പിന്നീട് ഞാനിങ്ങനെ പുതിയ ഈ വർഷത്തെ അക്കാദമിക് അഡ്മിഷൻ്റെ കാര്യങ്ങൾ ശ്രമിച്ചു തുടങ്ങി. ഞാൻ ഫ്രാൻസിലും ഇറ്റലിയിലുമുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ ഇപ്രാവശ്യം അഡ്മിഷൻ വെച്ചു. ഞാൻ കഴിഞ്ഞ വർഷം വെച്ച ആ ഒരു യൂണിവേഴ്സിറ്റിയേക്കാളും, കഴിഞ്ഞ വർഷം ഞാൻ വെച്ച യൂണിവേഴ്സിറ്റി
റാങ്കിങ് ആണ് QS വേൾഡ് റാങ്കിങ്ങിൽ കിടക്കുന്നുണ്ടായിരുന്നത്, ക്രൊയേഷ്യയിലത്തെ. ഈ വർഷം എനിക്ക് മാതാവ് എനിക്ക് ഇറ്റലിയിലെ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് മിലാൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ 250 റാങ്കിൽ QS വേൾഡ് റാങ്കിങ്ങിലേക്ക് എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഒരു നല്ലൊരു കോഴ്സിന്, മാസ്റ്റേഴ്സ് കോഴ്സിന് അഡ്മിഷൻ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അഡ്മിഷൻ നൽകി അനുഗ്രഹിച്ചു കഴിഞ്ഞ് ഇനി ബാക്കി നമ്മുടെ വിസ പ്രോസസ്സിംഗ് ആണ്. എനിക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ ബുദ്ധിമുട്ട് അപ്പോഴാണ് ശരിക്കും ടെൻഷനായി ഇറങ്ങിയത്. അഡ്മിഷൻ എടുക്കുന്നവരെ എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മെറിറ്റ് നടക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. ഞാൻ ഇവിടെ വന്നു, ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചൊരു പ്രാർത്ഥനയാണ്. എനിക്ക് കൃത്യമായിട്ട് വിസയുടെ എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും അതിനാവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമായി ശരിയാവാനും എനിക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ട് എനിക്ക് മിലാനിൽ പോയി പഠിക്കാനും സാധിക്കണം. ഇതായിരുന്നു എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം. ഈ നിയോഗം വെച്ച് ബാക്കി നിയോഗങ്ങളുണ്ടായിരുന്നു. ഈ നിയോഗം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു പോയത്. മിലാൻ്റെ നമ്മൾ ഇറ്റലിയുടെ വിസയുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട 2 ഡോക്യുമെൻ്റാണ് പ്രീ എൻറോൾമെൻറ്റ് സമ്മറിയും DOV എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റും. ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 2 ആഴ്ച മുൻപ് ഞാൻ ഈ പ്രീ എൻറോൾമെൻറ്റിന് അപ്ലിക്കേഷൻ വെച്ചിരുന്നു. അത് നമുക്ക് 1 വർഷം ഒരു യൂണിവേഴ്സിറ്റിയിൽ 1 തവണയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ യൂണിവേഴ്സിറ്റി നമുക്കൊരു സർട്ടൈൻ ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് തരും. ഇത് നമ്മൾ മിലാൻ ഇറ്റലിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അവർ യൂണിവേഴ്സിറ്റി അത് വെരിഫൈ ചെയ്ത് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. യൂണിവേഴ്സിറ്റി 5 സർട്ടിഫിക്കറ്റ് പറഞ്ഞു. എൻ്റെ അശ്രദ്ധ മൂലം ഞാൻ അതിൽ 1 സർട്ടിഫിക്കറ്റ് മാത്രം ശരിക്കും വെച്ച് ബാക്കി 4 സർട്ടിഫിക്കറ്റും എൻ്റെ അശ്രദ്ധ മൂലം തെറ്റായ രീതിയിൽ ഞാൻ വെച്ച് ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. മാതാവേ, ഉടമ്പടിക്ക് ഇവിടെ എടുക്കാൻ വന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവ് ഇത് എനിക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണം. കാരണം ഇത് ശരിയായാലാണ് എനിക്ക് അടുത്ത സർട്ടിഫിക്കറ്റ് ആയാലും DOVക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. DOV കിട്ടിയാലാണ് എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 5-ാമത്തെ ദിവസം എനിക്ക് പ്രീ എൻറോൾമെൻറ്റ് സമ്മറി വന്നു, എനിക്ക് മെയിലായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഇനി പക്ഷേ അടുത്ത പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ VFSൽ വിസ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് എടുത്തിരുന്നു. ആ ഡേറ്റ് എന്ന് പറയുന്നത് ഈ പ്രീ എൻറോൾമെൻറ്റിൻ്റെ ലിസ്റ്റ് വന്നതിൻ്റെ അടുത്ത ആഴ്ചയിൽ വെള്ളിയാഴ്ചയായിരുന്നു, 27-ാം തീയതി. പക്ഷേ ഞാൻ DOVക്ക് അപ്ലൈ ചെയ്യണം. DOVയുടെ ഒരു മിനിമം ഡേയ്സ് എന്ന് പറയുന്നത് 21 ദിവസം മുതൽ 30 ദിവസം വരെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ DOVക്ക് അപ്ലിക്കേഷൻ വെച്ചു. DOVക്ക് അപ്ലിക്കേഷൻ ഞാൻ സബ്മിറ്റ് ചെയ്ത് 3-ാമത്തെ ദിവസം എനിക്ക് DOV അപ്ലിക്കേഷൻ വന്നു, DOVയുടെ റിസൾട്ട് വന്നു. പക്ഷേ ഞാനപ്പോഴും എൻ്റെ ടെൻഷനും ഉണ്ട്. ഞാനെന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 27-ാം തീയതിയാണ് വിസയ്ക്ക് വെക്കേണ്ടത്, എനിക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തലേ ദിവസം വരെ നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ദിവസം മുൻപ് വരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടും, അതായത് ഞാൻ DOVക്ക് വെച്ച് 2-ാമത്തെ ദിവസം വരെയും എനിക്ക് ഇത് വരാതായപ്പോൾ ഞാൻ വിചാരിച്ചോ ഇനി മാധവ് ചിലപ്പോൾ എനിക്കിപ്പോൾ വിസയ്ക്ക് വെക്കാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ വിസയുടെ അപ്ലിക്കേഷൻ വെക്കുന്ന ഡേറ്റ് ഞാൻ പോസ്റ്റ്പോൺ ചെയ്ത് ഓഗസ്റ്റ് 4-ാം തീയതിക്ക് വെച്ചു. ഞാൻ ഓഗസ്റ്റ് 4-ാം തീയതിക്ക് വെച്ചതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് DOV വന്നു. സത്യത്തിൽ എനിക്ക് പറഞ്ഞ 27-ാം തീയതി തന്നെ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ DOV വന്നു, 3 ദിവസത്തിൽ DOV വന്നു. ഇനി ഇതിൽ അടുത്ത കടമ്പ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റലിക്ക് വിസയ്ക്ക് നമുക്ക് ഷോമണി 14 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ നമ്മൾ ടിക്കറ്റ് പ്രൈസുമായിട്ട് നമ്മൾ കാണിക്കണം. ഇത്രയും രൂപ കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കറിയാം, എൻ്റെ കുടുംബത്തിനും അറിയാം. അപ്പോൾ ഈ ഒരു 16 ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇമ്പോസിബിൾ ആയിരുന്നു. പക്ഷേ എനിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു മാതാവ് എനിക്ക് 16 ലക്ഷം രൂപ തരുന്നു. എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും ഞങ്ങൾ എൻ്റെ ബന്ധുക്കളോടല്ല, പക്ഷേ നമ്മൾ ചോദിക്കുന്ന പരിചയക്കാരോട് ചോദിക്കുന്നവരൊക്കെ ആയിട്ട് 2-3 ലക്ഷം രൂപയൊക്കെ ആയിട്ട് ഈ 16 ലക്ഷം രൂപ എനിക്ക് ദൈവം മാതാവ് നൽകി സഹായിച്ചു. 16 ലക്ഷം രൂപ നൽകി സഹായിച്ചു. അപ്പോഴും എനിക്ക് ഒരു കോംപ്ലിക്കേഷൻ മുമ്പിൽ കിടക്കുന്നുണ്ടായിരുന്നു, അതെനിക്ക് അപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ ക്ലിയറായി. കാരണം കഴിഞ്ഞ വർഷത്തെ വിസ റിജക്ഷൻ മനസ്സിലുള്ളതുകൊണ്ട് കൃത്യമായിട്ടൊരു പിഴവ് പോലും വരരുതെന്ന് വിചാരിച്ച് എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമാക്കി ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് ഒരു എക്സ്റ്റേണൽ ഏജൻസിയോട് അഭിപ്രായം ചോദിച്ചേക്കാം, എൻ്റെ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടും വിചാരിച്ച് ഞാൻ ഡോക്യുമെൻറ്റ്സ് ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. അവർക്ക് പൈസ കൊടുത്ത് ഞാൻ അവരോട് ചെക്ക് ചെയ്യിപ്പിച്ചു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നിനക്ക് വിസ കിട്ടാനുള്ള സാധ്യത 90% ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റലിയുടെ നിയമം അനുസരിച്ച് നമ്മുടെ ഷോമണി 16 ലക്ഷം രൂപ നമ്മൾ കാണിക്കണത് അതിന് കൃത്യമായൊരു ഇൻകം സോഴ്സ് നമുക്ക് കാണിക്കാൻ പറ്റണം. ഈ ഇൻകം സോഴ്സ് നമ്മുടെ വരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെയോ ലോക്കൽ ഗാർഡിയൻ്റെയോ വരുമാനത്തിൽ നിന്ന് അതിൻ്റെ അനുസൃതമായിട്ടുള്ളതായിരിക്കണം. എനിക്ക് തന്നിരിക്കുന്ന 16 ലക്ഷം മാതാവ് തന്നതാണ്. എനിക്ക് പറയാനുള്ള സോഴ്സ് എന്ന് പറയുന്നത് മാതാവാണ്. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു ഇതാണ്, എൻ്റെ സോഴ്സ് ദൈവമാണ്, എനിക്ക് ആ ദൈവം ഇത് നടത്തി തരും, ശരിയാക്കി തരും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ വിശ്വാസം പോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് തിരിച്ചു തന്നു. ഞാൻ കൃത്യം 4-ാം തീയതി ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന അന്ന് തന്നെ വിസ ഓഫീസറുമായിട്ട് എംബസിയിൽ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു.
ഇൻ്റർവ്യൂ നടക്കുമ്പോഴും വിസ ഓഫീസറും ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചു വന്ന് അവസാനം കൊണ്ട് പറഞ്ഞു. ഷോമണിയുടെ കാര്യം എത്തിയപ്പോൾ വിസ ഓഫീസർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വിസ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആൾ പറഞ്ഞു, ഇത് പറയാൻ പാടില്ല, പക്ഷെ ഞാൻ ഫ്രാങ്കായി പറയുകയാണ്, ഇത് കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇറ്റലിയുടെ നിയമം അത്രയും സ്ട്രോങ് ആണ് ഫിനാൻഷ്യൽ മാറ്റേഴ്സിൻ്റെ കാര്യത്തിൽ. ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. ഞാൻ താങ്ക് യു പറഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ മാതാവ് 8 എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും കുർബാനയിൽ നിൽക്കുമ്പോഴായാലും 8 എന്ന് പറഞ്ഞൊരു ഡേറ്റ് എനിക്കിങ്ങനെ ഒരു സംഖ്യ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ 4-ാം തീയതി വിസ വെച്ചപ്പോൾ ഉറപ്പാണ് ഓഗസ്റ്റ് 8-ാം തീയതി ആയിരിക്കും വിസ വരുന്നുണ്ടാവുക. ആ 8 ആയിരിക്കും എനിക്ക് മാതാവ് കാണിച്ചു തരുന്നുണ്ടാവും. ഞാനിങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 8 കഴിഞ്ഞിട്ടും വിസ വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, വെറുതെ എനിക്ക് കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വെറുതെ തോന്നിയതാണ് ഞാൻ വിചാരിച്ചിരുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ വിസ ഓഫീസർ പറഞ്ഞതിൻ്റെ തലേ ദിവസം എൻ്റെ ഏജൻസി പറഞ്ഞല്ലോ എനിക്ക് വിസ കിട്ടില്ല എന്ന് അവർ പറഞ്ഞ ദിവസം ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണ് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. മനുഷ്യരുടെ വാക്കുകൾക്ക് നീ ചെവി കൊടുക്കണ്ട. ഇതായിരുന്നു ആ വചനം. അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായിരുന്നു അവർ പറയുന്നത് നോക്കണ്ട, എനിക്ക് വിസ കിട്ടുന്നു. പിന്നെയാണ് പ്രാർത്ഥിക്കുമ്പോൾ 8 എന്നുള്ള ഡേറ്റ് കണ്ടപ്പോൾ 8-ാം തീയതി വിസ വരാതായപ്പോൾ ഞാൻ വിചാരിച്ചു വരുമായിരിക്കും. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടി, ഞാൻ വീട്ടിൽ യൂട്യൂബിൽ ഇങ്ങനെ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉടമ്പടി ധ്യാനം കഴിഞ്ഞ വഴിക്ക് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ വരാണ്. യൂണിവേഴ്സിറ്റി മിലാൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന എക്സലൻസ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ 8 ലക്ഷം രൂപയുടെ ഒരു സ്കോളർഷിപ്പ് മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഈ 8 ലക്ഷം രൂപ ഫസ്റ്റ് ഇയറിനാണ്. സെക്കൻഡ് ഇയറിന് എനിക്ക് ഈ പൈസ റിന്യൂ ചെയ്ത് അടുത്തൊരു 8 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ആ 8 എന്ന് പറഞ്ഞ സംഖ്യ അതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ആ സ്കോളർഷിപ്പ് മാതാവ് നൽകിയപ്പോൾ ഞാൻ അത്രയും സന്തോഷിച്ചു. അതിനുശേഷം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാനിങ്ങനെ അതേപോലെ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് കൃത്യമായി ഉടമ്പടി ധ്യാനത്തിൻ്റെ അവസാനത്തെ ആരാധന കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ മെയിലും മെസ്സേജും ഇങ്ങനെ വരുന്ന നോട്ടിഫിക്കേഷൻ എനിക്ക് കേൾക്കാണ്ട്. പക്ഷെ ഞാൻ തുറന്നു നോക്കിയില്ല. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് വന്ന മെയിലായിരുന്നു VFS എൻ്റെ വിസയല്ല, എൻ്റെ പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ ഡിസ്പാച്ച് ആയിട്ടുണ്ട്. പ്രോസസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല വിസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തുറന്ന് നോക്കുമ്പോൾ മാത്രമേ നമുക്കറിയുള്ളൂ. ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. 3 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ വ്യാഴാഴ്ച വിസ വന്നു എനിക്ക്. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എനിക്കതിൽ കൃത്യമായ വിസയായിരുന്നു. ഇതിലെനിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷവും ഉടമ്പടിയിലും ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു സ്വഭാവമായി പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, അതായത് ഉടമ്പടിയിൽ പറഞ്ഞേക്കണ നിയമാവലിയിൽ എന്ത് പറഞ്ഞേക്കണോ അത് മാത്രം ചെയ്യൂ. ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യണമെന്ന് എൻ്റെ അമ്മ പറയും, ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യണം, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും സിസ്റ്റമാറ്റിക്കായിട്ട് എവിടെ എഴുതി വെച്ചിട്ടില്ല. അച്ഛന്മാർ ധ്യാനത്തിലും പ്രാർത്ഥനയിലും പറയുന്നല്ലാതെ എവിടെ എഴുതി വെച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ മാതാവ് ഇത് എനിക്ക് ചെയ്യുന്ന ആ ഒരു ബോധ്യത്തിലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആത്മീയമായൊരു ബോധ്യം വന്നതിൻ്റെ ഇതിൽ ഞാൻ പറയുന്നത് സ്കോളർഷിപ്പ് വന്ന ഞായറാഴ്ച ആ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഞാൻ ഷെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ സ്കോളർഷിപ്പ് വന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ വിസയും വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഉടമ്പടി ധ്യാനമായാലും സാക്ഷിയായാലും ഷെയർ ചെയ്യുക എനിക്ക് എന്നെ അത്രയും മെറിറ്റ് കുറച്ച് കാണിക്കുന്നൊരു കാര്യമാണ്. കാരണം എൻ്റെ വാട്സപ്പിലായാലും എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലായാലും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെയുള്ളവരും എൻ്റെ പരിചയക്കാരും എല്ലാവരും എന്ന് പറയുന്നത് ഇതുപോലെ തത്വശാസ്ത്രവും ഫിലോസഫിയും അതുപോലെ സയൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരുമാണ്. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഠിക്കുന്ന സമയത്തൊക്കെ ആയാലും ഫിലോസഫി റിലീജിയൻ എന്ന് പറഞ്ഞ പേപ്പറും ഇതിലൊക്കെ വളരെ ക്രിറ്റിസൈസായിട്ട് ഞാൻ സഭയിനും വിശ്വാസത്തെയൊക്കെ ഇങ്ങനെ ക്രിറ്റിസൈസും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ആർട്ടിക്കിൾ എഴുതിയോ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന വ്യക്തി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ ഒരു സാക്ഷി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത്ര നാളുണ്ടാക്കി വെച്ചൊരു ബിൽഡപ്പ്, എനിക്കുള്ള ഒരു അക്കാദമിക് ബിൽഡപ്പും സകലത അവിടെ തകർന്നടിയുന്നവർക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ആദ്യത്തെ 2 ആഴ്ചയിൽ ഞാൻ സാക്ഷിയൊന്നും ഷെയർ ചെയ്യാതിരുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മെറിറ്റ് നോക്കാതെ ഞാൻ സാക്ഷി ഷെയർ ചെയ്തത് എന്നാണോ അന്നാണ് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത്. അതുപോലെ എൻ്റെ മെറിറ്റ് നോക്കാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സകലരെയും ഞാൻ അത്രയും പള്ളിയിൽ ആക്റ്റീവായിരുന്നുകൊണ്ട് എനിക്ക് നന്നായി അറിയുമായിരുന്നു. അപ്പോൾ എനിക്ക് കംഫർട്ടായിരുന്ന വീടുകളിലായിരുന്നു ഞാൻ പത്രം കൊണ്ടുപോയി കൊടുത്തിരുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ആ ഒരു കംഫർട്ട്നെസ്സും ഞാൻ ഭേദിച്ച് എനിക്ക് കംഫർട്ട് അല്ലാത്ത വീടുകളിലും കൊണ്ടുപോയി ഞാൻ പത്രം കൊടുത്തു. അതുപോലെ സാക്ഷി ഷെയർ ചെയ്യുകയും ഇതുപോലെ ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ എൻ്റെ മെറിറ്റിനെ ഞാൻ ഡീമെറിറ്റാക്കി കാണിച്ചപ്പോഴാണ് മാതാവ് എനിക്ക് അനുഗ്രഹം നൽകിയത്. ആ ഒരു മെറിറ്റല്ല, ബട്ട് മൈ ഗ്രേസ് ആണ് എനിക്ക് ഈ അത്ഭുതം മാതാവ് തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സെപ്റ്റംബറിലെ ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ മിലാനിലേക്ക് പോവുകയാണ്. ദൈവത്തിനും മാതാവിനും ഒത്തിരിയേറെ നന്ദി പറയുന്നു.
എൻ്റെ ജീവിതത്തിനെ അനുഗ്രഹിച്ചതിനും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനും എന്നിലൂടെ ഈ ഒരു സാക്ഷ്യം പറയാൻ ഈ അൾത്താരിൽ നിൽക്കാൻ സാധിച്ചതിനെ ഓർത്ത് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറഞ്ഞു. എൻ്റെ പേര് ധന്യ സിജു. ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് ബെൽജിയത്താണ്. അവിടെ ഫാമിലിയായിട്ട് ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം ഞങ്ങളുടെ മൂത്ത മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മോൾക്ക് ഇപ്പോൾ 7 വയസ്സുണ്ട്. അപ്പം മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ 3 വയസ്സായപ്പോഴാണ് കൊച്ച് ബെൽജിയത്തിലേക്ക് വന്നത്. അതിനു മുമ്പ് നാട്ടിലായിരുന്നു. അവിടെ ബെൽജിയത്തിൽ വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം സംസാരം വളരെയധികം കുറഞ്ഞു. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇടപെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആരെങ്കിലും ഞങ്ങളുടെ അടുത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വീട്ടിൽ വേറെ ആരെങ്കിലും വരുമോ, പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ അവരോട് മിണ്ടത്തില്ല. റൂമിലെല്ലാം ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കയറി കഥ കടയ്ക്കും. അങ്ങനെ സ്കൂളിലും അതുപോലെ തന്നെയായിരുന്നു. മറ്റു കുട്ടികളോട് കൂട്ടുകൂടത്തൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേരിൽ ഒത്തിരി വിഷമം അനുഭവിച്ചു. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ മെയിനായിട്ടും ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അങ്ങനെ 2023 ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഇപ്പം കൊച്ചിന് അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഇപ്പം മറ്റുള്ളവരോടെല്ലാം നന്നായിട്ട് ഇടപെടും, സംസാരിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന മറ്റൊരു നിയോഗമായിരുന്നു ഒരു കുട്ടിയും കൂടെ ഉണ്ടാകുക എന്നുള്ളത്. മൂത്ത കുട്ടിക്ക് 7 വയസ്സായിട്ടും അതിനുശേഷം ഞാൻ കൺസീവ് ആയിട്ടില്ല. അങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെയും കൂടി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഉടമ്പടി ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഉടമ്പടി എടുത്ത മറ്റ് സുഹൃത്തുക്കൾ വഴിയായിട്ട് ഞങ്ങൾക്ക് ഉടമ്പടി ഉപ്പ് ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രഗ്നൻസിയുടെ ടൈമിലാണെങ്കിലും എനിക്ക് വേറെ ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകാണ്ട് നല്ല ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. മൂന്നാമതായിട്ട് പറയാനുള്ള സാക്ഷ്യം ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതിൻ്റെയാണ്. എനിക്ക് ഇവിടെ നാട്ടിൽ വണ്ടി ഓടിച്ച് യാതൊരു പരിചയമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബെൽജിയത്തിൽ ഒരു ലൈസൻസിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്. അപ്പം അത് കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമായിരുന്നു. അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. അങ്ങനെ അത് ഫെയിലായി. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഒരു അറ്റംപ്റ്റും കൂടി ചെയ്തു. അത് ഞാൻ നല്ലതായിട്ടാണ് ചെയ്തതെന്നായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ സമയം എനിക്കത് ലഭിച്ചില്ല. അങ്ങനെ 2 പ്രാവശ്യവും ലഭിക്കാത്തതിന് പിന്നെ മൂന്നാമതൊരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഒരു 6 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് മൂന്നാമത്തെ പ്രാവശ്യം ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതിന് ഡേറ്റ് കിട്ടാൻ വളരെ പാടായിരുന്നു ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഡേറ്റ് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു അടയാളം കിട്ടണമെന്ന്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ആ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇൻസ്ട്രക്ടർ ബ്ലൂ കളർ ഷർട്ടാണ് ധരിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ഒരു അടയാളം കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ അതിന് ശേഷം മൂന്നാമത്തെ ടെസ്റ്റിൻ്റെ ദിവസം വന്നു. അപ്പോൾ 2 പ്രാവശ്യം ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്താമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ച് ഒരു 4 കൊന്ത എല്ലാ ദിവസവും ഒന്നിച്ച് ചെല്ലാൻ തുടങ്ങി. അതുപോലെ തന്നെ കുറച്ചും കൂടി സാക്ഷ്യങ്ങളും അങ്ങനെ പ്രാർത്ഥന കുറച്ചും കൂടി കൂട്ടി. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഞാൻ ടെസ്റ്റിന് പോകുന്നതിൻ്റെ അന്ന് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ യൂട്യൂബ് തുറക്കുമ്പോൾ ആദ്യമായിട്ടാണ് ഒക്ടോബർ 18 തീയതി 2024 ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എൻ്റെ യൂട്യൂബിൽ ഓപ്പണായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ അന്ന് അത് ആദ്യമായിട്ട് ഞാൻ ഡെയിലി ബ്രെഡ് കൂടി അന്ന് അച്ഛൻ നിയോഗം പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ ഞാൻ ടെസ്റ്റ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് പാടായിരുന്നു ടെസ്റ്റ്. ലാസ്റ്റ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിയുമ്പോഴാണ് ഇവർ റിസൾട്ട് പറയുന്നത്. പക്ഷേ ആ സമയത്ത് എന്നോട് എക്സാമിനേറ്റർ പറഞ്ഞു, ഞാൻ ചെയ്ത മിസ്റ്റേക്സുകൾ പറഞ്ഞു. പക്ഷേ എന്നിട്ടും എനിക്ക്
എനിക്ക് ലൈസൻസ് ഞാൻ തരുവാണ് എന്ന് പറഞ്ഞ് എനിക്ക് ലൈസൻസ് തന്നു. അത് രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഞാൻ എക്സാം പാസ്സായിരുന്നെങ്കിൽ ഞാനത് എൻ്റെ മെറിറ്റ് കൊണ്ടാണ് എനിക്ക് ആ ലൈസൻസ് കിട്ടിയതിൽ നിന്ന് വിശ്വസിക്കുമായിരുന്നു. അപ്പോൾ മാതാവ് അതുകൊണ്ടാണ് എനിക്ക് ആ രണ്ടാമത്തെ പ്രാവശ്യം തരാണ്ടിരുന്നത്. എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന പോലെ എനിക്ക് അങ്ങനെ അതിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് ലൈസൻസ് കിട്ടി. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഡെലിവറിയുടെ ടൈമിൽ അമ്മയ്ക്ക് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ലായിരുന്നു. അപ്പം അമ്മയൊന്ന് വരുമായിരുന്നെങ്കിൽ നിന്ന് ഞങ്ങളിങ്ങനെ നിയോഗം വെച്ച് ഞങ്ങൾ ഓരോ 3 മാസം കൂടുമ്പോഴും ഞങ്ങൾ ഈ ഓൺലൈൻ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് വിസ അടിക്കുകയും അമ്മയ്ക്ക് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു നിയോഗമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിനോടടുത്ത് തന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം സാക്ഷ്യത്തിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെ ഞങ്ങളും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു പ്രോപ്പർട്ടി മാതാവിൻ്റെ അനുഗ്രഹത്താൽ മേടിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഈ ഉടമ്പടി ഉപ്പ് സുഹൃത്തുക്കൾ വഴി ലഭിച്ചത് ഞങ്ങൾ ഓരോ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യത്തിന് ഞങ്ങൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിന് മൂത്ത മോൾക്ക് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. എക്സിമ പോലെ കയ്യിൽ വരുമായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു ഒരു 6-7 വർഷമായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും കയ്യിൽ വന്നപ്പം ഞാനിങ്ങനെ പറഞ്ഞു, മാതാവിൻ്റെ ഉപ്പ് തേച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം, നമുക്ക് മാതാവ് മാറ്റി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ് തേച്ച് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് അത് കംപ്ലീറ്റ് ആയിട്ടത് മാറി. അപ്പോഴത്തേക്കും കൊച്ചിനും ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ ഞങ്ങൾക്ക് മാതാവ് ഇത് മെയിനായിട്ട് ഇതൊക്കെയാണ്. മാതാവ് ഇങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങളിപ്പോൾ വീട്ടിൽ ലേറ്റായിട്ട് വരും അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടങ്ങാറില്ല. അതുപോലെ തന്നെ ബൈബിൾ വായന ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സാധിക്കുമ്പോഴെല്ലാം ഇപ്പോൾ കൂടാറുണ്ട്. അവിടെ ആയതുകൊണ്ട് എല്ലാ ആഴ്ചയും കൂടാൻ സാധിക്കാറില്ല. പറ്റുമ്പോഴെല്ലാം ഓൺലൈനായിട്ടും വിശുദ്ധ കുർബാന കൂടുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് നാട്ടിൽ എല്ലാ മാസവും ഒരു അനാഥാലയത്തിലേക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു ഭാഗം അയച്ചു കൊടുക്കാറുണ്ട്. ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഒന്ന് സ്റ്റാറ്റസ് ഇടുകയും മറ്റുള്ളവർക്ക് സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഉടമ്പടി ധ്യാനവും മുടങ്ങാതെ കൂടാറുണ്ട്. അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ് കൂടിയിട്ടാണ് ഞങ്ങളുടെ ദിവസം ആരംഭിക്കുന്നത്. മാതാവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും